2-3 പ്രാവശ്യം പഠിപ്പിച്ച പോർഷൻ വേണം ആസിഡ് ബേസ് ആൻഡ് ബഫർ. ഓക്കെ, സോ ഫസ്റ്റ് ആസിഡ് ബേസ് ആൻഡ് ബഫർ പറഞ്ഞുതരാം. അപ്പം ആസിഡ് ബേസ് ബഫറിനൊക്കെ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ആസിഡ് ഇസ് ഹാവിംഗ് എ സോർ ടേസ്റ്റ്, അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ ആസിഡ് എന്താക്കി മാറ്റും, റെഡ് ആക്കി മാറ്റാറുണ്ട്. ഓക്കെ, സോ അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ആസിഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ തിയറി അനുസരിച്ച് ആസിഡ് എന്തായിട്ട് മാറും, ആസിഡ് വിൽ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. അപ്പൊ ബേസ് ആകുമ്പോഴോ ആസിഡിന് ഒരു പുളിരസമായിരിക്കും ഉള്ളത്, എന്നാൽ ബേസ് ഇസ് ഹാവിംഗ് എ ബിറ്റർ ടേസ്റ്റ് വിച്ച് ടേൺസ് litmus paper blue and has higher pH. അത് 7 എന്നൊരു വാല്യൂവിനേക്കാളും കൂടുതൽ pH ആയിരിക്കും ആർക്കുണ്ടാവുക, ബേസിന് ഉണ്ടാവുക. ഓക്കെ, സോ 7 is a neutral value. അപ്പൊ 7ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ബേസ്, 7ന് താഴെ പോയി കഴിഞ്ഞാൽ അത് ആസിഡ്. അങ്ങനെയായിരിക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ they will react with bases to form salt and water. Acid is having a very sour taste, blue litmus to red having a pH less than 7. ഇനി ബേസ് എടുക്കുകയാണെങ്കിൽ bitter taste turns blue litmus red litmus to blue, അതേപോലെ തന്നെ higher than 7 mineral acid, hydrochloric acid, sulfuric acid are wholly ionized in dilute solutions and dissociation കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഏറ്റവും ആദ്യത്തെ കൺസെപ്റ്റ് പറയാം. First concept is called as Arrhenius theory. Arrhenius theory introduced in 1887 and it is also called as water theory, അല്ലെങ്കിൽ Arrhenius theory of ionization, അല്ലെങ്കിൽ electron dissociation theory എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു തിയറിയാണ്. അപ്പം ഇതിന് അറീനിയസ് തിയറിയൊക്കെ എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആസിഡ് എന്തായിട്ട് മാറുന്നു, ബേസ് എന്തായിട്ട് മാറുന്നു, അതാണ് അവിടെ പറയുന്നത്. സോ അറീനിയസ് തിയറി, acids are substances which on dissolving in water provide protons, H plus hydrogen ions തരും, and bases that will on dissolving give OH minus ions. Okay, അപ്പം ആസിഡും ബേസും എന്താണെന്ന് മനസ്സിലാക്കാം. ആസിഡ് will give H plus and base will give OH minus. ഇനി ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ട് ആൻഡ് വാട്ടർ കിട്ടും. ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so when an acid yield excess concentration of proton, it is called as strong acid, and when a base give large amount of OH minus ion, it is termed as strong base. അപ്പോൾ കൂടുതൽ H plus ions തരികയാണെങ്കിൽ അതൊരു strong acid ആണ്, കൂടുതൽ OH minus ions തരികയാണെങ്കിൽ അതൊരു strong base ആണ്. Okay, then the ionization takes place only in aqueous solution. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് സോളിഡ് സബ്സ്റ്റൻസിന് ബാധകമല്ല. അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ സോളിഡ് സബ്സ്റ്റൻസസ്. ഇനി ബേസിക് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അമോണിയ, സോഡിയം കാർബണേറ്റ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്, അവിടെ ആസിഡിക് കോമ്പൗണ്ട്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇവമാരൊന്നും തന്നെ എന്ത് ചെയ്യില്ല, പ്രോട്ടോൺസ് ഉണ്ടാക്കുകയോ നോൺ അക്വസ് സിസ്റ്റത്തിൽ ഒരു തരത്തിലുള്ള റിയാക്ഷൻസും തരത്തില്ല. സോ ന്യൂട്രലൈസേഷൻ ഓഫ് an acid and a base in the absence of a solvent does not take place. അപ്പം ഒരു ആസിഡിനെയും ഒരു ബേസിനെയും കൂടെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർ a solvent. ഓക്കെ, ഫസ്റ്റ് കൺസെപ്റ്റ് അറീനിയസ് തിയറി 1887. ഇയർ കൂടെ ഓർക്കണം. അറീനിയസ് തിയറി 1887. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബ്രോൺസ്റ്റഡ് ലൗറി തിയറി ആണ്. എന്താ ബ്രോൺസ്റ്റഡ് ലൗറി തിയറി? ആസിഡ് ഒരു പ്രോട്ടോൺ ഡോണറും ബേസ് ഒരു പ്രോട്ടോൺ അക്സെപ്റ്ററും ആണ് എന്ന് പറയുന്ന തിയറിയാണ് ബ്രോൺസ്റ്റഡ് ലൗറി തിയറി. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1923. Acids are substances that can donate a proton to any other substance, and bases are substances that can accept a proton from any other substance. So acid proton donor, base എന്ന് പറയുന്നത് ഒരു proton acceptor ആണ്. So they are conjugated to each other in the reaction. Next Bronsted-Lowry concept പറയാം. According to Bronsted-Lowry concept, the strongest acid have the weakest conjugated base, and the strong base have weak conjugated acid. മനസ്സിലായോ? Bronsted-Lowry തിയറിയിൽ ആസിഡ് എന്താണ്? പ്രോട്ടോൺ ഡോണർ, ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്ററുമാണ്.
അപ്പം ഈ ഒരു തിയറി അനുസരിച്ച് സ്ട്രോങ് ആസിഡിന്റെ അകത്തായിരിക്കും ഏറ്റവും കൂടുതൽ weak conjugated base. In strong base എന്ന് പറയുന്നത് having weak conjugated acid. Okay, so the strong acid, it will lose their proton as they are not attracted strongly, and the proton is not expected to come back to their ion. അപ്പം ഒരു സ്ട്രോങ് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോട്ടോൺ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതായത് they are not attracted strongly, ആൻഡ് ഈ പ്രോട്ടൺ പിന്നീട് ഈ അയോണിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് കോൺജുഗേറ്റ് ബേസ് ഓഫ് എ വീക്ക് ആസിഡ് വുഡ് ബി എ സ്ട്രോങ് ബേസ് അസറ്റേറ്റ് അയോൺ. അപ്പം പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാൻ അതിന് കുറച്ചും കൂടെ എന്തുണ്ടാവും, ആ ബേസിന് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ കൺസെപ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, കൂടുതലായിട്ട് കാർഡ് കയറണ്ട. 1923 ബ്രോൺസ്റ്റഡ്-ലൗറി തിയറി വരുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന ആസിഡ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ഡോണർ ആണ്, എന്നാൽ ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്റർ ആണ്. മറ്റൊരു പോയിന്റ്, സ്ട്രോങ് ആസിഡിൽ ഉണ്ടാകുക ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ബേസും, ഒരു സ്ട്രോങ് ബേസ് ഉള്ളത് ഒരു വീക്ക് ആസിഡിന്റെ കോൺജുഗേറ്റഡ് ബേസും ആയിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഈസ് ലൂയിസ് ആസിഡ് ബേസ് തിയറി. അതും 1923 ആണ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ വരിക. ആസിഡ് എന്ന് പറയുന്നത് ലോൺ പെയർ അക്സെപ്റ്ററും ബേസ് എന്ന് പറയുന്നത് ലോൺ പെയർ ഡോണറും ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾ കോമ്പൗണ്ട്സ് ആർ ions containing unshared electron pairs are called as Lewis bases. Okay, hydroxyl ion, ammonia, amine, either alcohol, and all Bronsted acids are electron pair accepted and are also Lewis acid. Okay, അവിടെ ആസിഡ് എന്ന് പറയുന്നത് ആരെയാണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ അക്സെപ്റ്ററെ ആണ് നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്ന ആരാണ്? ഇലക്ട്രോൺ പെയർ ഡോണറെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസ് എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് കോൾഡ് ആസ് ലൂയിസ് ആസിഡ് ബേസ് തിയറി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1923. സോ ഒരു ആസിഡിന്റെയോ അല്ലെങ്കിൽ ഒരു ബേസിന്റെയോ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത് ഡിഗ്രി ഓഫ് ഇറ്റ്സ് അയനൈസേഷൻ ഇൻ എ സോൾവെന്റ്. അതായത് ഒരു സോൾവെന്റിലുള്ള അതിന്റെ ആസിഡിന്റെ സ്ട്രെങ്ത്. ഓക്കെ, ദ സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് അല്ലെങ്കിൽ ബേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് അയനൈസേഷൻ ഇൻ ദ solvent. So the aqueous solution of hydrochloric acid is a strong acid, while in ammonia acetic acid show strong acidic character. So the acids like HCl, HNO3, H2XO4, ഈ ആസിഡുകളെല്ലാം they are dissociated അല്ലെങ്കിൽ ionized completely in aqueous solution. അപ്പോൾ ഒരു aqueous solutionൽ നമ്മൾ ഇവനെ കലക്കി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആണ് അതിന്റെ സ്ട്രെങ്തിനെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഒരു ആസിഡിനെയോ ബേസിനെയോ സോൾവെന്റിൽ കലക്കുമ്പോൾ എത്രത്തോളം ഡിഗ്രി ഓഫ് അയണൈസേഷൻ കിട്ടുന്നുണ്ട് അതിനെയാണ് അതിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ നമ്മൾ പറയുന്നത്. സോ there is excess amount of proton H+ ions and these acids are called as strong acid. HgOH, CH3COOH. അപ്പൊ ഇതൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വീക്ക് ആസിഡ് എന്ന് നമ്മൾ പറയും. ആൻഡ് സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? H2SO4, HCl, all these are strong acids. ബേസിലും അപ്പൊ അതുപോലെ തന്നെയുണ്ട്, സ്ട്രോങ് ബേസും ഉണ്ട് വീക്ക് ബേസും ഉണ്ട്. സോ NaOH, KOH എന്ന് പറഞ്ഞാൽ അവർ അയണൈസ് ചെയ്യുന്ന aqueous സൊല്യൂഷനിലായിരിക്കും by releasing excess of OH minus ions. Okay, so അത്തരം ബേസുകളെയാണ് സ്ട്രോങ് ബേസുകൾ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആദ്യത്തെ ഡ്രഗിലേക്ക് പോകാം. ബോറിക് ആസിഡ്. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബോറിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. എന്താ ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ എന്താ? The solution that are able to resist the change in pH. Okay, അപ്പം മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ്, അതിനെയാണ് നമ്മൾ ആസിഡിക് ബഫർ. വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട്, അതിനെയാണ് നമ്മൾ ബേസിക് ബഫർ എന്ന് അറിയപ്പെടുന്നത്. ആ ഒരു pH ഉള്ള ചേഞ്ച് അത് റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഹെൻഡേഴ്സൺ ഹെയ്സൽബർഗ് ഇക്വേഷൻ ഉണ്ട്. അത് പ്രധാനമായിട്ടും ബഫർ സൊല്യൂഷന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഒരു ബഫർ സൊല്യൂഷന്റെ
pH എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൻഡേഴ്സൺ ഹെയ്സൽബർഗ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് നോക്കാം. എന്താ ബോറിക് ആസിഡ്? ബോറിക് ആസിഡ് ഇതിന്റെ ഫോർമുല പറഞ്ഞേ, H3BO3 അതാണ് ബോറിക് ആസിഡ്. H3BO3 മോളിക്കുലർ വെയിറ്റ് 61.83 61.83. ബോറിക് ആസിഡ് occurs in nature as mineral sasolite. അതിന്റെ അകത്ത് 99.5% അല്ലെങ്കിൽ ഒരു equivalent to 100.5% of H3BO3 ഉണ്ടാവും നമ്മുടെ നാച്ചുറലി കിട്ടുന്ന സാധനത്തിനാണ്. ഓക്കെ, സോ അപ്പം ബോറിക് ആസിഡ് H3BO3 രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് നാച്ചുറൽ സോഴ്സ് നിന്ന് കിട്ടും. ഏതൊക്കെയാണ് നാച്ചുറൽ സോഴ്സ്? മിനറൽ സാസോലൈറ്റ് അല്ലെങ്കിൽ ബൊറാക്സ് എന്ന് പ്രിപ്പയർ ചെയ്യാം. ബൊറാക്സിനെ ഹോട്ട് അക്വസ് സൊല്യൂഷനിൽ ട്രീറ്റ് ചെയ്യാം വിത്ത് H2SO4 ആൻഡ് H2O. ആ ക്രിസ്റ്റൽസ് ഓഫ് ബോറിക് ആസിഡ് ഉണ്ടാകുന്നതിന് ഫിൽട്ടർ ചെയ്ത് എടുക്കുക. സോ ബൊറാക്സ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് വാട്ടർ, ബോറിക് ആസിഡ് പ്ലസ് സോഡിയം സൾഫേറ്റ് ഉണ്ടാകും. ഓക്കെ, സോ ഈ ബൊറാക്സും സൾഫ്യൂരിക് ആസിഡും വാട്ടറും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോറിക് ആസിഡ് കിട്ടുന്നത്. മനസ്സിലായോ? ബോറിക് ആസിഡ്. സോ ഫസ്റ്റ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താ? ഇറ്റ് കംസ് ഔട്ട് വിത്ത് ദ ജെറ്റ് ഓഫ് സ്ട്രീംസ് കോൾഡ് ആസ് സാഫ്ലോണി. നമ്മുടെ ഗ്രൗണ്ടിൽ സെവൻ പാർട്സ് ഓഫ് ടുസ്കാനി. ടുസ്കാനി എന്ന് പറയുന്ന സ്ഥലത്ത് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് മിനറൽ സാസോലൈറ്റിന് കിട്ടുന്ന ഒരു സാധനമാണ് ബോറിക് ആസിഡ്. അപ്പൊ അതിനെ ഈ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യും. ഓക്കെ, the steam was the condensed steam is concentrated by its own heat, cooled, and ഈ crystals of boric acid നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. നെക്സ്റ്റ് ഈസ് ഡീകമ്പോസിഷൻ ഓഫ് ബോറാക്സ്. അപ്പൊ നമ്മൾ സൾഫ്യൂരിക് ആസിഡ്, ബോറാക്സ്, വാട്ടർ. അപ്പൊ ഈ ഒരു ഹോട്ട് അക്വസ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക, കൂൾ ചെയ്യുക. ക്രിസ്റ്റൽസിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിൽറ്റർ ചെയ്യണം. ആ ക്രിസ്റ്റൽസ് ആണ് ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി കൊലിമാനൈറ്റ് എന്ന് പറയുന്ന ഒരു സോഴ്സ് നമുക്ക് കിട്ടും. അതായത് കൊലിമാനൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിന്റെ അകത്തേക്ക് സൾഫർ ഡയോക്സൈഡിനെ പാസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിന് വെള്ളത്തിൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് crystals of boric acid കിട്ടും. and it can be easily separated on cooling. Okay, ഇനി പ്രോപ്പർട്ടീസ് പറയാം. ബോറിക് ആസിഡ് ഓർഡർലെസ് ആണ്, കളർലെസ് ആണ്, ട്രാൻസ്പെറന്റ് പ്ലേറ്റ് ആണ്, ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ വൈറ്റ് ഗ്രാനുൾസ് ഓർ പൗഡർ, സംവാട്ട് പേർലി ലെസ്റ്റർ സ്കെയിൽ ആണ്, ഗ്രീസി, സ്വീറ്റിഷ് ആഫ്റ്റർ ടേസ്റ്റ്. 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടും. ആൻഡ് സ്ലോലി ആ ബോറിക് ആസിഡ് മെറ്റാബോറിക് ആസിഡ് ആയിട്ട് മാറും. പിന്നീട് നമ്മൾ വീണ്ടും വന്ന് ഹീറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? ടെട്രാബോറിക്. സോ ബോറിക് ആസിഡ് 3 ഫോമിലേക്ക് മാറുന്നുണ്ട്. മെറ്റാബോറിക് ആൻഡ് ടെട്രാബോറിക് ആയിട്ട് മാറുന്നുണ്ട്. Then 140 degree Celsius ആണ് ഫോം ചെയ്ത് ആൻഡ് ബോറോൺ ട്രയോക്സൈഡ് ഉണ്ടാകും at high temperature. ഇതിന് നമ്മൾ സ്റ്റീമിലൂടെ കളക്ട് ചെയ്യുകയാണെന്ന് വോളറ്റൈലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ HCl, സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് അല്ലെങ്കിൽ ഇച്ചിരി ചൂട് കൊടുത്താലൊക്കെ ഈ ബോറിക് ആസിഡ് എന്ത് ചെയ്യും? വേഗം തന്നെ സോൾബിളൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Then when the solution is neutralized with an alkaline, NaOH, അപ്പൊ അതെന്താവും? ഒരു സ്റ്റേബിൾ ക്രിസ്റ്റലൈൻ സോൾട്ട് ആയിട്ട് മാറും. ആൻഡ് tetraborics are precipitated. So boric acid is stored in well closed containers ലാണ് boric acid സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബോറിക് ആസിഡിന്റെ ക്യാരക്ടർ ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഫോർമുലയാണ്. ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H3BO3 occurs in mineral as natural sasolite. ബൊറാക്സ് ഒരു ഹോട്ട് അക്വസ് സൊല്യൂഷൻ ആണ് ബൊറാക്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഒരു ഹോട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ആണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് ബോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സൾഫ്യൂരിക് ആസിഡും ബൊറാക്സും ആയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിന്റെ സോളിബിലിറ്റി സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഈ ക്രിസ്റ്റൽസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. Then odorless, colorless, crystalline granule അല്ലെങ്കിൽ powder, slightly acidic,
ടു ബിറ്റർ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 171 degrees Celsius and it is greasy. Okay, then soluble in water, alcohol and glycerol. Soluble in water, alcohol and glycerol. Freely soluble in glycerin. Solubility HCl add ചെയ്യുമ്പോൾ കൂടുതലാകും, citric acid add ചെയ്യുമ്പോൾ കൂടുതലാകും. ബോറിക് ആസിഡും ഗ്ലിസറിനും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോറോ ഗ്ലിസറിൻ ഗ്ലിസറൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ ബോറോ ഗ്ലിസറിൻ ഗ്ലിസറൈറ്റ് എവിടെയാ ഉപയോഗിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയാ ബോറോ ഗ്ലിസറിൻ ഗ്ലിസറൈറ്റ് എവിടെയാ ഉപയോഗിക്കുന്നത്? ഓർമ്മയുണ്ടോ? ബോറോ ഗ്ലിസറിൻ ഗ്ലിസറൈറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സപ്പോസിറ്ററി. സപ്പോസിറ്ററിയിലെ സപ്പോസിറ്ററി ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബോറിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ബോറിക് ആസിഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഗുഡ് ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. അതേപോലെ തന്നെ ഗുഡ് ഡസ്റ്റിംഗ് പൗഡർ, ആന്റി മൈക്രോബിയൽ, buffers in ophthalmic preparations, antibacterial, fungistatic, insecticidal properties. ഇതെല്ലാം ബോറിക് ആസിഡിലുണ്ട്. Okay, then mouth washes, skin lotions, ഇവിടെയൊക്കെ നമുക്ക് ബോറിക് ആസിഡ് ഉപയോഗിക്കാൻ പറ്റും. ഇൻകോമ്പാക്ടബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബോറിക് ആസിഡ് നമുക്ക് ആൽക്കലി, കാർബണേറ്റ്, ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആസിഡ് ആണ്, അതുകൊണ്ട് ആൽക്കലിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാർബണേറ്റിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല, ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. 1 ഇമ്പോർട്ടന്റ് ആണ്. 1.9% ബോറിക് ആസിഡ് എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡിനോട് ഐസോട്ടോണിക് ആണ്. ഇനി ബോറിക് ആസിഡ് വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാൻഡേർഡ് ആൽക്കലൈ ഉപയോഗിച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്ന എന്തിനാ? ടു ഇൻക്രീസ് ദ acidity and the indicator we are using is phenolphthalein indicator. Okay, indicator we are using is phenolphthalein indicator ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. Next is hydrochloric acid. അപ്പോൾ hydrochloric acid എന്താ? മ്യൂറിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സോൾട്ട്, ആസിഡം, ഹൈഡ്രോക്ലോറിക്കം. അപ്പൊ 36 മുതൽ 38% കോൺസെൻട്രേറ്റഡ്, 9 മുതൽ 10% വെയിറ്റ് ബൈ വോളിയം ഡൈല്യൂട്ട് HCl ആയിരിക്കും. നമ്മളെ മിനറൽസ് നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്രം മിനറൽ ആസിഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി 1.18. Next is pungent order, concentrated HCl എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ്. എന്തോ ബോറിക് ആസിഡ് പറഞ്ഞില്ലേ ബോഡി ആയിട്ട് അത് എത്രയാന്നാ പറഞ്ഞ? 1.9%. 1.9 ആ ഓക്കെ. അതിന്റെ pKa വാല്യൂ ചോദിച്ചാൽ 9.19 ആ. ഓക്കെ, അതിന്റെ pKa വാല്യൂ 9.19 ആ. പക്ഷെ നമ്മുടെ ബോഡി ഫ്ലൂയിഡുമായിട്ട് ഐസോട്ടോണിക് ആവുന്ന എത്രയാണെന്നറിയോ? 1.9% ചോദിച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോണേ. കേറുന്നതിന് ചെറിയ ബുക്കിനകത്ത് ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. 1.9. ആ ഓക്കെ. അടുത്തത് HCl ആണ്. HCl എന്ന് പറയുന്ന മറ്റേ പേരുകൾ എന്തൊക്കെയാണ്? മ്യൂറിയാറ്റിക് ആസിഡ്, പിന്നെ സ്പിരിറ്റ് ഓഫ് സോൾട്ട്, അസിഡം, ക്ലോറിക്കം. ഇതൊക്കെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പല പല പേരുകളാണ്. ഓക്കെ, ഇനി 36, 38 എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ്, 9 മുതൽ 10 എന്ന് പറയുന്നത് ഡൈല്യൂട്ട്. ഓക്കെ, ദെൻ മിനറൽ ആസിഡിൽ നിന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാം. അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡിന്റെ പേര് ലെവലൻ സോഡ പ്രോസസ്. LEBLANC, ലെവലൻ സോഡ പ്രോസസ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡിൽ നിന്ന് നമ്മൾ ഇതിനെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കാര്യമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് നമ്മുടെ സോഡിയം ക്ലോറൈഡിനെ HCl-നെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് സൾഫ്യൂരിക് ആസിഡിനെ
സോഡിയം ക്ലോറൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, HCl കിട്ടാനായിട്ട് ഈ H2SO4 നമ്മള് സോഡിയം ക്ലോറൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl കിട്ടും. So hydrochloric acid എന്ന് പറയുന്നത് it is produced by slow heating process that passes out through the exit of the top. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ഈ HCl നമുക്ക് പാസ് ചെയ്ത് കിട്ടും. NaCl H2SO4 ലെബലാൻഡ് പ്രോസസ് എന്നാണ് പറയുന്നത്, ലെബലാൻഡ് സോഡ പ്രോസസ്. അപ്പൊ സോഡയിലെ ഈ ഗ്യാസ് പുറത്തേക്ക് വരുന്നത് പോലെ HCl നമുക്ക് കിട്ടും. സോ ദ പാസീവ് മാസ് ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് നമ്മള് ഹലോ ഓ ചേച്ചി പേര് ക്ലിയർ ആയിട്ടില്ല, എന്താ പറയാ? ലെബലാൻഡ് സോഡ പ്രോസസ്. മനസ്സിലായോ? ഓ പറഞ്ഞേ പറഞ്ഞടാ. LEBLANC ലെബനാൻസ്. ഓക്കെ. ലെബലാൻഡ് സോഡ പ്രോസസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് സോഡിയം ക്ലോറൈഡിൽ എടുക്കുന്നതാണ്. അപ്പൊ നമ്മള് ഒരു പാത്രത്തിൽ, അതായത് നമ്മുടെ ഒരു എന്താ പറയാ, നമുക്ക് കാസ്റ്റ് അയൺ പാൻ, ഒരു ഇരുമ്പ് ചട്ടിയില് ഈ പറയുന്ന നമ്മുടെ സൾഫ്യൂരിക് ആസിഡും അതേപോലെ നമ്മുടെ ഡ്രൈയുള്ള സോഡിയം ക്ലോറൈഡിനെയും കൂടെ ഒരു കാസ്റ്റ് അയൺ പാനിലിട്ട് നമ്മൾ ചൂടാക്കുക. ചൂടാക്കുമ്പോൾ അവിടെ ഹൈഡ്രോക്ലോറിക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ നമ്മൾ ടോപ്പില് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തത്, HCl പ്രിപ്പയർ ചെയ്തത്. അവിടെ ഈ HCl പോയി കഴിയുമ്പോ ആ ഇരുമ്പ് ചട്ടിയിൽ ബാക്കി ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആയിരിക്കും. എന്താ ഉണ്ടാവുക? സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ്. അപ്പൊ ഈ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് മോർ ക്വാണ്ടിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പം ഈ സാധനത്തിന്റെ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റിന്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യും? HCl ആഡ് ചെയ്യും. And it is heated to redness to yield further supply of hydrogen chloride. ഇതിനെ ഈ പർട്ടിക്കുലർ നമ്മുടെ ബാക്കി വന്ന സാധനം ഉണ്ടല്ലോ, സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റിനെ, ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? സോഡിയം ക്ലോറൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ HCl കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. സോ നമ്മളിങ്ങനെ റെഡ് ആവുന്നത് വരെ ഇതിനെ ചൂടാക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള പാനിലുള്ള ഈ ക്രിസ്റ്റൽസ് എന്താ പറയാ, തീക്കനലാണെന്ന് പോലത്തെ കളർ റെഡ് ആവുന്നത് വരെ നമ്മൾ ഇതിനെ ചൂടാക്കും. അപ്പം റെഡ് ആവുക എന്ന് പറയുന്നത് എന്താ? അതിന്റെ അകത്തുള്ള പരമാവധി നമ്മൾ ഊറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ റെഡ് ആകുന്നത് വരെ എടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബാക്കി കിട്ടുന്നത് ഒരു സോൾട്ട് കേക്ക്, അതായത് അൺഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്കി പത്രം മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കളക്ടഡ് ഇൻ എ ചേംബർ വെയർ കോൾഡ് വാട്ടർ ഈസ് സ്പ്രെഡ് ഓവർ ദ ഗ്യാസ്. അപ്പൊ നമ്മൾ ഈ ഗ്യാസ് നേരെ ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യുന്നു. ഇപ്പം എന്താ പറയാ, ഭൂതത്തിലേക്ക് കളക്ട് ചെയ്യൂലേ നമ്മള്, ഇങ്ങനെ ആവി ഇങ്ങനെ വന്നിട്ട് ആവിയിൽ ഒരു കുപ്പിയിലേക്ക് ആക്കുന്നത് പോലെ ഈ HCl നമ്മൾ നേരെ ഒരു കുപ്പിയിലേക്ക് ആക്കുന്നു. ഈ ചേംബറിലേക്ക് കോൾഡ് വാട്ടർ ഉണ്ടാവും. ആ കോൾഡ് വാട്ടർ ആയിട്ട് ഈ ഗ്യാസ് ഒരു ഓവർനൈറ്റ് ഇരിക്കാനായിട്ട് നമ്മൾ അതിനെ അനുവദിക്കും. ഓക്കെ, സോ ഹൈഡ്രോക്ലോറിക് ഗ്യാസ് ഇസ് കളക്ടഡ് ഇൻ എ ചേംബർ വെയർ കോൾഡ് വാട്ടർ ഈസ് സ്പ്രെഡ് ഓവർ ദ ഗ്യാസ്. ഈ ഗ്യാസിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം? കോൾഡ് വാട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഡൈല്യൂട്ട് ആസിഡ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ ബോട്ടം. സോ ഈ താഴെ നമുക്ക് എന്ത് കിട്ടും? ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡ് കിട്ടാൻ ഇത് നല്ല ഒരു പ്രോസസ് ആണ്. The acid so formed is spread down the tower to absorb more HCl gas for getting concentrated hydrochloric acid. അപ്പം ഈ കോൾഡ് വാട്ടർ ഈ ഗ്യാസ് ഡിസോൾവ് ചെയ്ത് ഡൈല്യൂട്ട് HCl ആവും. അവ നിൽക്കുന്തോറും അതുണ്ടാകും concentrated HCl ആകും. The acids so prepared contain impurities of sulfur dioxide, sulfuric acid, arsenic acid, perchloride and chlorine. So the treatment of the acid with the barium chloride removes sulfuric acid by formation of
precipitation of barium sulfate. Okay, so നമ്മൾ ഈ ആസിഡിനെ the acid is treated with barium chloride വെച്ചിട്ട് നമ്മൾ ഈ ആസിഡിനെ ട്രീറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ചിലപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഒക്കെ ഒരു എന്താ പറയാ മിശ്രിതം ഉണ്ടാവും. അപ്പം ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാല് H2SO4 ഡിസോൾവ് ചെയ്തിട്ട് അത് BaSO4 ആയിട്ട് precipitate ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? The acids of contain many impurities of sulfur dioxide, sulfuric acid, arsenic acid, perchloride and chloride. അപ്പൊ നമ്മൾ ഈ ആസിഡിനെ ബേരിയം ക്ലോറൈഡ് ആയി ട്രീറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രസിപ്പിറ്റേറ്റുകൾ അവിടെ ഉണ്ടാകും. ഇതിൽ നിന്ന് അതിനെ എന്താ പറയാ ഡിറ്റാച്ച് ചെയ്ത് മാറ്റാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? It is treated with the barium chloride. So volatile impurities SO4 Cl2 അത് ആദ്യം പുറത്തേക്ക് വരുന്നു, then അതിനെ റിജക്ട് ചെയ്യുന്നു, then പെറിക്ലോറൈഡ് ഒരു റെസിഡ്യൂ ആയിട്ട് ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. സോ കൊമേഴ്സ്യലി ആണെങ്കിൽ ഈ ആസിഡിനെ നമ്മൾ സ്റ്റാനസ് ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യും. സ്റ്റാനസ് ക്ലോറൈഡ് വരുന്നത് നമുക്ക് ലിമിറ്റ് ടെസ്റ്റ് പഠിച്ച ഓർമ്മയില്ലേ? സ്റ്റാനസ് ക്ലോറൈഡ് എവിടെയാ? ആർസനിക്കിനെ അബ്സോർബ് ചെയ്ത് മാറ്റാനായിട്ടാണ് സ്റ്റാനസ് ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ സിന്തസിസ് ആണ് പറയാൻ പോകുന്നത്. സിന്തസിസ് എന്താ? ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ഗ്യാസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പം സോഡിയം ക്ലോറൈഡിന്റെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബൈ പ്രോഡക്റ്റ് ആയിട്ട് HCl നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ ഫോം ചെയ്തിരിക്കുന്ന ഗ്യാസ് നമ്മൾ കൂൾ ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ ആ ഗ്യാസ് നമ്മൾ കൂൾ ആയിട്ടുള്ള വാട്ടറിൽ സ്പ്രെഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സ്റ്റോറേജ് ടാങ്കിൽ സൂക്ഷിക്കുന്നു. ഇനി ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കാം. അതൊരു കളർലെസ് ഗ്യാസ് ആണ്. ആക്രിഡ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഓർഡർ. ലാബിലൊക്കെ പോയിട്ട് HCl എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ആക്രിഡ് ആയിട്ടുള്ള ഒരു സ്മെൽ ഉണ്ടാകും, ആസിഡ് ടേസ്റ്റ് ഉണ്ടാകും. അതേപോലെ 25% heavier than air. The gas can be liquefied under pressure. അതേപോലെ it is very much soluble in water. വെള്ളത്തില് 0.1 normal aqueous solution of 18 degrees Celsius അയണൈസ്ഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഈ മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മറ്റൊരു പേരാ. അതിന്റെ അകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവെന്ന് പറയുന്നത് 35 മുതൽ 38. അപ്പൊ അതെന്താണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്ലിയർ ആയിട്ട് കളർലെസ് ഫ്യൂമിംഗ് ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആൻഡ് വിത്ത് പഞ്ചന്റ് ഓർഡർ അല്ലെങ്കിൽ സോ ടേസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി 1.18. സോ ഇത് എയറിൽ നിന്ന് എരിഞ്ഞോണ്ടേ ഇരിക്കും. ഞാൻ എയറിനേക്കാളും ഹെവിയർ ആണ്. ഇതിന്റെ ഒരു കളർ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് colored yellow by traces of iron, chloride, organic matter. Reagent grade concentrated hydrochloric acid that contains 38% of HCl. A non-fuming solution can be prepared by diluting HCl with 2 volume of water. അപ്പൊ നമുക്ക് എന്താ പറയുക, ഫ്യൂംസ് ഒന്നും വരാതെ, പുകയൊന്നും വരാതെ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വാട്ടറിൽ സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ HCl-ലേക്ക് ഒരു 2 വോളിയം അല്ലെങ്കിൽ ഇരട്ടി വോളിയം വാട്ടർ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, സ്റ്റോറേജ് നല്ല വൃത്തിയിൽ സ്റ്റോപ്പർ കണ്ടെയ്നറിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം ഇട്ട് വെക്കാൻ. 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ അതിന്റെ എന്ത് മാറാൻ പാടില്ല? അതിന്റെ ടെമ്പറേച്ചർ, അത് ചുറ്റുമുള്ള ടെമ്പറേച്ചർ മാറാൻ പാടില്ല. ഇനി എന്താണ് അത്? എന്ത് ടൈപ്പ് ഓഫ് ആസിഡ്? മോണോപ്രോട്ടിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മോണോപ്രോട്ടിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി അസൈഡ് കൺവീനിയന്റ്ലി ബൈ ടൈട്രേഷൻ. അപ്പം നമ്മുടെ HCl നമ്മള് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസൈ ചെയ്യുന്നത്. ആൻഡ് ബൈ യൂസിങ് മീഥൈൽ റെഡ് ആസ് ഇൻഡിക്കേറ്റർ. ഓർമ്മയില്ലേ, നമ്മള് HCl പ്രിപ്പയർ ചെയ്യാനായിട്ട് പാനിലിട്ട് നല്ലതുപോലെ ചൂടാക്കും, അപ് ടു റെഡ് ആവുന്നത് വരെ. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററിന് ഫ്ലൂയിഡ് ആനായിട്ട് സാധിക്കും. മീഥൈൽ റെഡ് ആസ് ദ ഇൻഡിക്കേറ്റർ.
സോ ആക്യുറേറ്റ്ലി വെയ്ഡ് ആയിട്ടുള്ള സാമ്പിളിലായിട്ടുള്ള വാട്ടർ ആയിരുന്നു ഇത് സ്റ്റോപ്പ് വാട്ടർ ഫ്ലാസ്കിൽ ഇട്ട് വെക്കുന്നു. എന്നിട്ട് 1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യുന്നു വിത്ത് മീഥൈൽ ഓറഞ്ച്. ഓക്കെ, ഇനി ഇതും കൂടെ നോക്കിക്കോ. 1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് 0.3646 gram ഓഫ് HCl ഈക്വലന്റ് ആണ്. ചിലപ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. 1.3646 36 gram ഓഫ് HCl ഈക്വലന്റ് ആണ്. സോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒരു ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്, ഒരു ആസിഡിഫൈങ് ഏജന്റ് ആയിട്ടൊക്കെ ഇതിന് യൂസ് ഉണ്ട്. ദെൻ അക്ലോർഹൈഡ്രിയ, ആബ്സെൻസ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ HCl ഇൻ സ്റ്റൊമക്, അതാണ് അക്ലോർഹൈഡ്രിയ. IV ആയിട്ട് കൊടുക്കും ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കലോസിസ് and it will increase the alkalinity of the blood and concentrated solution cause severe burns. അപ്പൊ നമുക്ക് കയ്യിലൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl വീണാൽ പൊള്ളും, പെർമനന്റ് വിഷ്വൽ ഡാമേജ് ഉണ്ടാകും, ഡെർമറ്റൈറ്റിസ്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ. ദെൻ ഇനി കുറെ സ്മെല് ചെയ്ത് കഴിയുമ്പോൾ കഫിങ്, ചോക്കിങ്, അത്തരം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കഫിങ്, ചോക്കിങ്, ഇൻഫ്ലമേഷൻ ആൻഡ് അൾസറേഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒന്ന് സൈഡ് എഫക്ട് പറഞ്ഞേ. ബേൺസ് ഉണ്ടാകും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു തുള്ളി കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് എന്ത് സംഭവിക്കും? പെർമനന്റ് ഡാമേജ്, പെർമനന്റ് വിഷ്വൽ ഡാമേജ്, ഡെർമറ്റൈറ്റിസ്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ and inhalation can lead to choking, coughing, inflammation and ulceration of the respiratory tract. Okay. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് പറയട്ടെ. ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മ്യൂറിയാറ്റിക് ആസിഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സോൾട്ട്, ആസിഡം ഹൈഡ്രോക്ലോറിക് എന്നൊക്കെ അറിയപ്പെടും. 36 മുതൽ 38 വരെ കോൺസെൻട്രേറ്റഡ്, 9 മുതൽ 10 വരെ ഡൈല്യൂട്ട്, പഞ്ചന്റ് അല്ലെങ്കിൽ അക്രിഡ് ഓർഡർ ആണ്. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഡിയം ക്ലോറൈഡിന് പ്രൊഡ്യൂസ്ഡ് ലെവലാൻഡ് സോഡ പ്രോസസ്. ഈ സോഡിയം ക്ലോറൈഡിനെ സൾഫ്യൂരിക് ആസിഡിനും കൂടെ ഒരു പാനിലിട്ട് ചൂടാക്കുക, റെഡ് ആവുന്ന വരെ ചൂടാക്കുക. ഗ്യാസ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത ഗ്യാസിനെ കോൾഡ് വാട്ടർ ഉള്ളിടത്തേക്ക് വെക്കുക. പതിയെ ഇത് ഈ ഗ്യാസിനെ അബ്സോർബ് ചെയ്ത് ഡൈല്യൂട്ട് ആകും. പിന്നീടും വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഇറ്റ് കുഡ് ലീഡ്സ് ടു കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷൻ ആയിട്ട് മാറും. ദെൻ നമുക്ക് എവിടെയൊക്കെ ഇതിനെ ഉപയോഗിക്കാം? ആസിഡിഫൈങ് ഏജന്റ്, സോൾവെന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. കണ്ണിലോ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഇറ്റ് ലീഡ്സ് ടു പെർമനന്റ് നമുക്ക് ഐ ഡാമേജ് ഒക്കെ ഉണ്ടാകും. ദെൻ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, മെഥിലീൻ ബ്ലൂ അല്ല, മെഥൈൽ റെഡ് ആയിട്ടാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. മെഥൈൽ റെഡ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ഇനി 1 നോർമൽ NaOH 0.3646 gram ഓഫ് HCl നോട് സിമിലർ ആണ്. കളർലെസ്, മെൽറ്റിംഗ് പോയിന്റ് is 108, heavier than air, fumes is liquefying under pressure. Okay, 30 degrees Celsius കൊണ്ട് പോകാൻ പാടില്ല. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം നമ്മൾ ഇതിനെ സൂക്ഷിച്ചു വെക്കാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് പറഞ്ഞത് എന്താ? സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല എന്താ? NH4OH. ഓക്കെ, NH4OH ആണ് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? അമോണിയം ക്ലോറൈഡിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ബൈ ട്രീറ്റിംഗ് NH3 വിത്ത് saturating water that yield NH4OH. Okay, so strong ammonium hydroxide and NH4OH. This will lead to heating ammonium chloride with the calcium hydroxide. Then
colorless ആണ്, lighter than air, soluble in water, characteristic on exposure to air, ammonia is readily എന്തായിരിക്കും soluble ആകും. ഓക്കെ, റെഡ് ലിറ്റ്മസിന് ബ്ലൂ ആക്കും, കാരണം ആൽക്കലൈൻ നേച്ചർ ആണല്ലോ, സ്ട്രോങ് ആയിട്ട് കണ്ടെയ്നർ ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അരോമാറ്റിക് അമോണിയ സ്പിരിറ്റും അമോണിയാക്കൾ സിൽവർ നൈട്രേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും. ഇനി അമോണിയയുടെ പ്രധാനമായിട്ട് ഒരു ഉപയോഗം ചോദിച്ചാൽ റിഫ്ലക്സ് സ്റ്റിമുലന്റ്. ഒരാൾക്കും കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഒന്ന് ബ്രേക്ക് ആയാൽ തന്നെ ഈ അമോണിയ ഒന്ന് മണപ്പിച്ചാൽ മതി, അതൊരു റിഫ്ലക്സ് സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം, NH4OH മോളിക്കുലർ വെയിറ്റ് 35, NaCl മോളിക്കുലർ വെയിറ്റ് എത്രയാ 40, അമോണിയം ഹൈഡ്രോക്സൈഡ് 35. സോ ലാബിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ അമോണിയ ക്ലോറൈഡിനെ നമ്മള് കാൽസ്യം കാർബൺ ഹൈഡ്രോക്സൈഡ് വഴി ട്രീറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അമോണിയം ഹൈഡ്രോക്സൈഡ് കിട്ടുക. കൊമേഴ്സ്യലി ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം അമോണിയാക്കൽ ലിക്കർ. സോ അമോണിയാക്കൽ ലിക്കർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് കോൾ ഗ്യാസ് പ്രൊഡക്ഷൻ. കോൾ ഗ്യാസിന്റെ പ്രൊഡക്ഷന്റെ സമയത്ത് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് അമോണിയാക്കൽ ലിക്കർ ഉണ്ടാകുന്നത്. ആൻഡ് അമോണിയാക്കൽ ഗ്യാസ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പാസിംഗ് ദ ഹോട്ട് ഗ്യാസ് ത്രൂ കൂളിംഗ് പൈപ്സ്. ഓക്കെ, അപ്പം ഈ കോൾ ടാറിന്റെ പ്രൊഡക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സാധനമാണ് ഈ അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ അമോണിയ ഗ്യാസിനെ നമ്മൾ മറ്റേ പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ 2 പൈപ്പിൽ കൂടെ ഹോട്ട് സൊല്യൂഷൻ ഇട്ട് നടുക്കൂടെ കോൾഡ് സൊല്യൂഷൻ വിടുന്ന പരിപാടി പറഞ്ഞിട്ടില്ലേ, സെയിം ഈ ഗ്യാസിനെ 2 പൈപ്പിലും കൂടെ കൂളിംഗ് പൈപ്സിന്റെ നടുക്കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹോട്ട് ഗ്യാസിനെ പാസ് ചെയ്യാം. Then lime water is added to the ammoniacal liquor and steam is passed through the mixture, and the mixture of steam and ammonia is bubbled through sulfuric acid and ammonium sulfate is produced, which is most important commercial ammonium salt and it is used as a fertilizer. So ammonium sulfate ഉണ്ടാകുന്നു. ഈ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ അമോണിയം സോൾട്ട് ആണ്. ആ അമോണിയം സോൾട്ട് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ ആയിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ റിഫ്ലക്സിന്റെ കാര്യം മറക്കാൻ പാടില്ല. ദെൻ അമോണിയ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് ചോദിക്കാം, ഹെയ്ബേഴ്സ് പ്രോസസ്. ഓക്കെ, അമോണിയ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ് ഹെയ്ബേഴ്സ് പ്രോസസ്. So this is Haber's process. Ammonia ഉണ്ടാകുന്ന പ്രോസസ് ആണ് Haber's process. Lebanon process എന്തിന്റെയാ? Lebanon process എന്തിന്റെയാ? HCl. Okay. So next Haber's process കഴിഞ്ഞു. Next is റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഹെയ്ബേഴ്സ് പ്രോസസ്. നമ്മൾ എവിടെയാണ് ഇതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത്, അമോണിയ പ്രൊഡ്യൂസ് ഈസ് സ്റ്റോർഡ് ഇൻ ലിക്വിഡ് ഫോം ഇൻ മെറ്റൽ കണ്ടെയ്നർ അല്ലെങ്കിൽ അബ്സോർബ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ആസ് അമോണിയം സോൾട്ട് ബൈ കമ്പൈനിങ് വിത്ത് സോൾട്ട്. അപ്പം നമ്മൾ അതിനെ ലിക്വിഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിതിനെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഫിസിക്കൽ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അതൊരു കളർലെസ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് പഞ്ചന്റ് ഓർഡർ. നമ്മുടെ എയറിനേക്കാളും ലൈറ്റർ ആണ്, വാട്ടറിൽ സോലിബിൾ ആണ്. അതേപോലെ തന്നെ അമോണിയ എയറിനോട് കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് നമുക്ക് ഒരു ഇഗ്നൈറ്റ് ചെയ്യിക്കാനും സാധിക്കും. Then it is liquefied at room temperature for 60 degrees Celsius. എന്നിട്ട് അതിനെ നമ്മൾ 6.5 to same atmosphere അതിനെ കൂൾ ചെയ്യും. ഓക്കെ, ലിക്വിഡ് അമോണിയ ഈസ് എ ഗുഡ് സോൾവെന്റ്. ഓക്കെ, ഇനി എന്താ അമോണിയെ പറ്റി പറയാനുള്ളത്? അത്രേ ഉള്ളൂ. ഒരു വീക്ക് ബേസ് ആ. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. ആൽക്കലൈൻ നേച്ചർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഫിനോഫ്താലിക് സൊല്യൂഷനെ പിങ്ക് കളർ ആക്കും. Salt with the acid and it will form salt with acid.
നെക്സ്റ്റ് ഈസ് സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ. അപ്പം അടുത്തത് സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ ആണ്. ക്ലിയർ കളർലെസ് ലിക്വിഡ് ആണ് വിത്ത് സ്ട്രോങ് പഞ്ചന്റ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. അപ്പം അമോണിയ സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു വെളുത്ത ദ്രാവകമാണ്, വളരെയധികം സ്ട്രോങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് quite saturated with the gas at ordinary temperature. ഓർഡിനറി ടെമ്പറേച്ചറിൽ അത് അത്രത്തോളം സാച്ചുറേറ്റഡ് അല്ല. ആൻഡ് ദ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് കൊമേഴ്സ്യൽ സൊല്യൂഷൻ കണ്ടെയ്ൻ 35% ഓഫ് ദ അമോണിയ. ഓക്കെ, അപ്പം എയറിലേക്ക് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, എയറിലേക്ക് ഡിസോൾവ് ആയി പോകും. ഓക്കെ, സൊല്യൂഷൻ ഈസ് ക്ലിയർ കളർലെസ് സ്ട്രോങ് പഞ്ചന്റ് ഓർഡർ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹൈലി ആൽക്കലൈൻ ആണ്. ഓക്കെ, സോ അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്താലും അത് എന്ത് ചെയ്യും, ഒരു ആൽക്കലൈൻ നേച്ചറെ നമുക്ക് തരത്തുള്ളൂ. HCl ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണ് എങ്കിൽ അമോണിയ നമുക്ക് ഒരു വൈറ്റ് കളറിലുള്ള ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്ത് സഹായിക്കും. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് മനസ്സിലായല്ലോ. ബേസിക് നേച്ചറും HCl ഗേഷ്യസ് ഹൈഡ്രോക്ലോറൈഡ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ നെക്സ്റ്റ് ഡൈല്യൂട്ട് അമോണിയ സൊല്യൂഷൻ എങ്ങനെയാ, നമ്മൾ സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ഡൈല്യൂട്ട് അമോണിയ. ഓക്കെ, സോ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഇതിനെ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. പെയിൻ ഇൻ ദ ത്രോട്ട്, GI, വോമിറ്റിംഗ്, ഷോക്ക്, അങ്ങനെയുള്ള കഫ്, ഒരുപാട് പ്രോബ്ലംസ് ഈ പർട്ടിക്കുലർ ഏരിയയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കോസ്റ്റിക് സോഡ. മറക്കല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കോസ്റ്റിക് സോഡ. സോ അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് നോക്കാം. മോളിക്കുലർ വെയിറ്റ് 40, പിന്നെ OH 40. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ അകത്ത് നമുക്ക് നോട്ട് ലെസ് ദാൻ 97% ഓഫ് ആൽക്കലൈ ഉണ്ട്. മിൽക്ക് ഓഫ് ലൈമിന്റെ അകത്തേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇടുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആൻഡ് the precipitated calcium carbonate is precipitated. The clear liquid containing sodium hydroxide is evaporated. എന്നിട്ട് ആ molten product നമ്മൾ എന്തായിട്ട് മാറ്റും, സ്റ്റിക്ക് ആയിട്ടും പെല്ലറ്റ് ആയിട്ടും മാസസ് ആയിട്ട് മാറ്റിയെടുക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു, മിൽക്ക് ഓഫ് ലൈമിലേക്ക് ചൂടുള്ള മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് എന്താ, മിൽക്ക് ഓഫ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഇടുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് it is manufactured by the electrolysis of sodium chloride. സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിലൂടെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെ the purpose for this നമ്മളൊരു മർക്കുറി ഡയഫ്രം സെല്ലിനെ എടുക്കും. അതിനെയാണ് കാസ്റ്റിനർ ഹെൽനർ സെൽ എന്ന് പറയുന്നത്. CAST കാസ്റ്റിനർ ഹെൽനർ. നമ്മൾ കെല്ലർ കല്യാണി എന്നൊക്കെ നെയിമിംഗ് പഠിച്ച പോലെ ഇവിടെ കാസ്റ്റിനർ കില്ലർ അല്ലെങ്കിൽ കെൽനർ ക്ലൂ ഇട്ട് പഠിക്കാം. ഇതൊരു മർക്കുറി ഡയഫ്രം സെല്ലാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഉപയോഗിക്കുന്ന എന്തിനാ, സോഡിയം ഹൈഡ്രോക്സൈഡിനെ സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് നമ്മൾ കാസ്റ്റിനർ ഹെൽനർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഏറ്റവും താഴെ ഒരു ലെയർ ഓഫ് മർക്കുറി ഉണ്ടാവുകയും and the sodium is electrolyzed from a concentrated brine solution. ഒരു കോൺസെൻട്രേറ്റഡ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ആ ബ്രൈൻ സൊല്യൂഷനിൽ ഗ്രാഫൈറ്റ് ഇടും. ഗ്രാഫൈറ്റിൽ ആനോഡും ഉണ്ടാവും, ഒരു മർക്കുറി കാഥോഡും ഉണ്ടാവും. ഓക്കെ, അപ്പം ഡൈല്യൂട്ട് സൊല്യൂഷൻ അമാൽഗം പ്രിപ്പയർ ആകുന്നു. ഈ അമാൽഗം വാട്ടർ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കാഥോഡിൽ വന്ന് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഉപയോഗം എന്താ, വെരി ഡെലിക്വസന്റ് വൈറ്റ് സ്റ്റിക്കി പെല്ലറ്റ്, സ്പെറിക്കൽ ആണ്, മാസസ് ആയിട്ടൊക്കെ നിൽക്കും, ഹാർഡ് ബ്രിട്ടിൽ, ക്രിസ്റ്റലൈൻ ഫ്രാക്ചർ, സ്ട്രോങ്ലി ആൽക്കലൈൻ,
നമ്മുടെ ആനിമൽസിനും വെജിറ്റബിൾസിനും ഒക്കെ കൊറോസീവ് ആണ്. അലൂമിനിയം മെറ്റലിന് മോയിസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാനും അതേപോലെ അതിന്റെ ഓർഗാനിക് ടിഷ്യൂസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനുമാണ് നമ്മളെ സഹായിക്കും. വെൻ എക്സ്പോസ്ഡ് ടു എയർ എന്ത് ചെയ്യും? റാപ്പിഡ്ലി ഇറ്റ് വിൽ അബ്സോർബ് മോയിസ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. 1 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ 0.9 ml വാട്ടർ, 0.3 ml ബോയിലിംഗ് വാട്ടർ, 7.2 ml അബ്സല്യൂട്ട് ആൽക്കഹോൾ, അലിയാനായിട്ട് ഗ്ലിസറോൾ, ഇത്രയുമാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ ആസിഡുമായിട്ട് മിക്സ് അപ്പ് ചെയ്ത് കൺസിഡറബിൾ ഹീറ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ദ സൊല്യൂഷൻ ഷുഡ് ബി ഫിൽറ്റർഡ് ത്രൂ glass wood, asbestos, and it has to be stored in hard glass bottle using rubber stoppers. Okay. So നമ്മുടെ ഗ്ലാസ് സ്റ്റോപ്പേഴ്സും യൂസ് ചെയ്യാം, റബ്ബർ സ്റ്റോപ്പർ യൂസ് ചെയ്യാം. രണ്ട് ഉപയോഗിക്കുന്നത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ സ്ട്രോങ് ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമ്മൾ ടൈട്രിമെട്രിയിലൂടെയാണ് അസേ ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എടുക്കുക, ആ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യുക വാട്ടറിൽ, എന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് അസേ ഈസ് നീഡഡ് ടു, കാരണം NaOH കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ നിന്ന് എടുത്തുകൊണ്ട് സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ NaOH-നെ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീഥൈൽ ഓറഞ്ചിന്റെ പ്രസൻസിൽ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാം ബൈ യൂസിങ് ടൈട്രിമെട്രി. ഓക്കെ, ഇനി ഇതൊരു കഴിഞ്ഞ ഒരു PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ക്യൂട്ടിക്കിൾ സോൾവെന്റ് അല്ലെങ്കിൽ വാട്സ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്താണ് വേണ്ടത്? സോഡിയം ഹൈഡ്രോക്സൈഡ് വിത്ത് ഗ്ലിസറോൾ, 2.5 solution percentage solution glycerol, cuticle solvent which remove wax. Okay, then sodium hydroxide-നെയും കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയും കൂടിയാണ് ലണ്ടൻ പേസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതൊന്നും മറക്കാൻ പാടില്ല. ഇത് ഞാൻ പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്തൊക്കെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ക്യൂട്ടിക്കിൾ സോൾവെന്റ്, അതേപോലെ തന്നെ യു ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് വാട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക, റിമൂവ് വാട്ട്. പിന്നെ ലണ്ടൻ പേസ്റ്റ് എന്നറിയപ്പെടും. ലണ്ടൻ പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലണ്ടൻ പേസ്റ്റ് രണ്ടിന്റെയും കാൽസ്യം ഓക്സൈഡിന്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും മിക്സ്ചറിനെയാണ് ലണ്ടൻ പേസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലണ്ടൻ പേസ്റ്റ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ pH ഓഫ് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ pH അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാൽസ്യം ഓക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ മിക്സ് ചെയ്തിട്ട് ലണ്ടൻ പേസ്റ്റിനെ ഉപയോഗിക്കാം. സോ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനും സോൾട്ട് ഉണ്ടാക്കാനും റയോണിന്റെ വിസ്കോസിറ്റി കൂട്ടാനും സെല്ലോഫെയിനും ഒക്കെ നമുക്ക് ഇവനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോഡ ലൈം, സോഡ ഹൈപ്പോക്ലൈറേറ്റ് എന്നൊക്കെ പറയുന്ന ഏജൻസിന്റെ ഒക്കെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്, വോമിറ്റിങ്, കൊളാപ്സ്, നമ്മുടെ ബോഡി ടിഷ്യൂവിനൊന്നും തന്നെ ഇതിന് അത്ര നല്ലതല്ല. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ബഫർ ആണ്. വാട്ട് ഈസ് ബഫർ? These are solutions of electrolyte which do not change their pH value, resist changing pH value. അവരെയാണ് നമ്മൾ ബഫർ എന്ന് വിളിക്കുന്നത്. ഒരുപാട് സമയം നിന്നാൽ pH വാല്യൂ മാറില്ല. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനോടെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ സ്ലൈഡ് ഡൈല്യൂഷൻ, അഡീഷണൽ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മളുടെ ബഫറിന്റെ എന്താ പറയാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് pH മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, the buffer systems are pairs of related compounds, അല്ലെങ്കിൽ they are capable to resist changing pH. At the buffer action in the buffer which containing acetic acid and sodium acetate, weak, the acid is a weak electrolyte, and sodium acetate is a strong electrolyte. Okay, ഒരു weak electrolyte ഒരു strong electrolyte. വീക്ക് ഏതാണ്? അസെറ്റിക്. സ്ട്രോങ് ഏതാണ്? സോഡിയം. ഇവർ രണ്ടുപേരും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ
the dissociation of acetic acid is suppressed due to common acid. ഈ പറയുന്ന അസിറ്റിക് ആസിഡിന്റെ ഡിസോസിയേഷൻ തടഞ്ഞു വെക്കപ്പെടുകയാണ് ചെയ്യുന്നത് ബൈ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയം അസറ്റേറ്റ്. അപ്പം ഈ സൊല്യൂഷന്റെ അകത്ത് there will be less proton, അതായത് H+ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുതലായിട്ടും സോഡിയോ CH3COOയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. To yield undissociated CH3COH, the pH of the solution does not change. Okay, so നമ്മളിപ്പം സ്മോൾ amount of ബേസ് ആണ് ആഡ് ചെയ്തെങ്കിൽ അത് OH നെ ന്യൂട്രലൈസ് ചെയ്യും, pH നെ അഫക്ട് ചെയ്യില്ല. ഓക്കെ, ഇതാണ് ബഫർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി അടുത്ത ബഫർ കപ്പാസിറ്റിയും ഫിസിയോളജിക്കൽ ബഫറും കൂടെ ഉണ്ട്. അത് ഞാനൊരു ചെറിയ കോള എന്റെ കയ്യിൽ കിടക്കുമ്പോൾ ഞാൻ അത് ഇട്ട് തരാം, നോട്ടായിട്ട് തരാം കേട്ടോ. ഇനി നമുക്ക് ആന്റി മൈക്രോബിയൽസ് നോക്കാം. ഓക്കെ,